പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, കപടനാട്ടുകാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്ടുകാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തി കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അന്ധരായ ഫരിസേയ, പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി തന്നെ. മറ്റുള്ളവരോട് നീതിയോടുകൂടി പെരുമാറാം, കാരുണ്യത്തോടുകൂടി പെരുമാറാം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ തന്നെ വിശ്വസ്തത പുലർത്താം. ആരെയും വഞ്ചിക്കാതെ, ആരോടും പക്ഷാപാതമില്ലാതെ ദൈവസ്നേഹം എല്ലാവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കാം. നമ്മുടെ ഉള്ളു നല്ലതാണെങ്കിൽ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെയും നല്ലതായിരിക്കും. ഹൃദയശുദ്ധി വരുത്തി നമ്മൾക്ക് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.